എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 74-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മേരുതുല്യനാം കരികിരിയിൽ കരികൾക്ക് കേളിയേറിയിടും കേളീരംഗമെന്നറിഞ്ഞാലും കേളികളാടും മമദാസരാം കളഭങ്ങളാൽ നീളവേ കാത്തിടുമേ അയ്യപ്പദാസന്മാരെ. ആനയെ കാണും നേരം മാനവർ നിനയ്ക്കേണം ഞാനും അസ്ഥലത്തിങ്കൽ പ്രീതനായുണ്ടെന്നതും ആനകൾ മുകളേറി മേളമാർന്നിടും ഞാൻ ആ കാനനം തന്നിൽ മമ ഭക്തരെ പാലിച്ചിടാൻ. കേടുകളൊന്നും ഭവിച്ചിടില്ല ഭക്തന്മാർക്കാ മേടുകൾ കയറിയിടുമ്പോൾ മന്നവാ മഹാമതേ. വമ്പനാങ്കരികിരി താണ്ടിയിടും മമ ഭക്തർ ഇമ്പമായി പമ്പാതീരം തന്നിലങ്ങണഞ്ഞിടും. സ്വച്ഛമായി ഒഴുകുന്ന പമ്പതൻ സലിലത്തിൽ ഇച്ഛയാ സ്നാനം ചെയ്ത് പിതൃർപ്പണം തന്നാൽ സംപ്രീതരാക്കിയിടണം തന്നെ പിതൃക്കളെ. സമ്പ്രതി ശ്രേയസ്സെല്ലാം ആർന്നുടൻ രമിച്ചിടാൻ ദാനധർമാതി സദ്യ എന്നിവ ചെയ്തിടുമ്പോൾ ഊനമെന്നെ പാപമുക്തി ലഭിച്ചിടും. പമ്പസദ്യയിൽ ഞാനും പങ്കുകൊണ്ടരുളിയിടും പങ്കഹീനരായിടും ഭക്തർ തൻ സൗഭാഗ്യങ്ങൾ. പമ്പസദ്യയിൽ പങ്കുകൊണ്ടിടും മമ ഭക്തർ പങ്കമെന്നെ ഭൂമൗ സൂറ്റുമേ വീടുമേ. പിന്നീടൻ ഭക്തർ മുതാ ധന്യരായി നീലാചല വന്ധ്യസാനുക്കൾ വന്ന് ഭക്തിയായി കൈവണങ്ങിടും. എന്നുടെ പാദാബ്ജങ്ങളായുള്ള ഗിരീന്ദ്രനെ വന്നുടൻ വണങ്ങുമ്പോൾ കൈവരും കൈവല്യങ്ങൾ. പാദസ്പർശനം നേടും ഭക്തരെ രക്ഷണാൽ ഏതുമേ എത്തിച്ചിടും നീലമാമലമേളിൽ. പോയിടും മാർഗേ രണ്ട് താണുള്ള ഗർത്തങ്ങളിൽ മേവീടും ദുർദേവതമാരുടെ സംപ്രീതിക്ക് യോഗ്യമാ നിവേദ്യങ്ങളേകിൽ മമദാസ യോഗ്യനാങ്കടു ശബ്ദൻ കാത്തിടും അസംശയം. നീലപർവ്വതം തൻ്റെ ഉത്തരസ്ഥാനസ്ഥലെ ധീരയായി മമ ഭക്ത ശബരി വസിച്ചോരു ത്യാഗഭൂമിയും കണ്ട് കൈതൊഴുതുടൻ ഭക്തർ ചാരുവായി ചമച്ചോരു തത്വസോപാനങ്ങൾ തൻ ചാരത്തായി വന്നിടുമ്പോൾ കൈവരും സൗഭാഗ്യത്തിൻ കാര്യം ചൊല്ലേണമോ. ചൊല്ലെഴുന്നരോത്തമാഷ്ടദശങ്ങളാം സോപാനം ദർശിക്കുമ്പോൾ മുക്തരായി വരും ഭക്തർ ഭൂമിയിൽ നമിക്കേണം. തൃപ്പടി തൊട്ട് മൂർധാവിങ്കലുമേറ്റി മന്ത്രം അട്ടഹാസേന ചൊല്ലി ദക്ഷിണാപദം വെച്ച് പയ്യവേ സോപാനങ്ങൾ 10-8 കയറി അല്ലലന്യേ മമ സന്നിധി അണഞ്ഞിടാം. ശ്രീകോവിലിൽ പുരോഭാഗെ നിന്നുടൻ മമമൂർത്തി ശ്രീകരം ദർശിക്കുമ്പോൾ ഉള്ളത്തിൽ അവർക്കുണ്ടാം ആനന്ദാമൃതാനന്ദ ഭാവങ്ങൾ ചൊല്ലിയിടുവാൻ ആദിശേഷനും എഴുതല്ലെന്ന് ചൊല്ലിയിടുന്നേൻ. നീലാഭച്ചേല ചുറ്റി കുണ്ടലം മിന്നുങ്കവൾ ചാലവേ കണ്ടിടുമ്പോൾ ഇണ്ടലറ്റിയിടും ഏറ്റം ചാരുരമ്യഹാരങ്ങൾ മിന്നുന്ന തിരുമാറൽ ചാരുവാം ശ്രീവത്സവും കാണുമൻ ഭക്തോത്തമർ. ചാരുവാം പൂണുനൂലിനാൽ ശോഭിതവാമാംസവും ചേതോഹാരിയാം യോഗപട്ടഭദ്രയും കൂടി ചേതസ്സിലയിച്ചിടും ദർശന മഹാഭാഗ്യം ചാലവേ ചിന്മുദ്രിതൻ ഞാൻ അവർക്കേകുന്നൂനം. സ്വർലോകാനന്ദം നുകർന്നിടുമൻ ഭക്തർ മുതാമല്ലവേ 18 പ്രദർശനം വെച്ചിടണം. ശക്തിയാം വണ്ണം വഴിപാടുകൾ കഴിക്കണം. വിഘ്നനാശനനുമേറ്റം വന്ദനം ചെയ്തിടണം. വിഘ്നരാജനായി നാളികേരം മുടയ്ക്കുമ്പോൾ വിഘ്നമങ്ങൊരു നാളും കൂടിടാ ഭക്തർക്കെല്ലാം പിന്നീട് വലം ചെയ്തു പോകണം മമ ശക്തി മഞ്ചമാതാവിൻ തിരുമാളികപ്പുറം തന്നിൽ. മന്നവാ മമദാസൻ ഗടുരവൻ വാണിയിടുന്ന സന്നിധി അണഞ്ഞുടൻ വന്ദനം ചെയ്തിടണം. ദുർദേവതാവൃന്ദത്തെ തക്കത്തിലൊതുക്കിയ ശക്തനാന്ദാസൻ ഭക്തരക്ഷകൻ ഗടുരവൻ. ധന്യനാം മമ ഭൂതദാസ മുഖ്യനെ കാണുകിലെന്നുമേ ഭക്തന്മാർക്ക് വന്നിടും ഐശ്വര്യങ്ങൾ. നാവിന്മേൽ നവാക്ഷരി നീളവേ ആടിയിടണം. പ്രീതനായി പോയിടണം കുംഭതളതീർത്ഥം തന്നിൽ. സ്വർഗംഗതന്നാൽ വാനാലോകരും ഋഷിമാരും നിത്യവും എനിക്കേകും അഭിഷേക തീർത്ഥമാം കുംഭതളതീർത്ഥവും ആമോദമാടും ഭക്തർ ഭസ്മതീർത്ഥവുമാടി മുക്തരായി വന്നിടണം. മത്ഭക്ത ശബരിതന്റെ യോഗഭസ്മത്താലഹോ ഭസ്മതീർത്ഥവും ഭൂവി ഉണ്ടായി മഹാമതേ. ശേഷിപോൽ ദാനാദികൾ സാധുക്കൾ കേകിടേണം. ആഗമിക്കേണം പുനഃശ്രീകോവിൽ മുന്നിൽ ധന്യം. വന്ദന നമസ്കാരാദ്യങ്ങളും കഴിക്കണം. തന്നുടാചാര്യൻ തൻ്റെ ആജ്ഞ കൈക്കൊണ്ടുടൻ എന്നുടെ മന്ത്രഘോഷം മുഴക്കി ശിരസിലെ ധന്യമാം ഇരുപുടി താഴത്തേക്കിറക്കണം. ഭവ്യമായി വന്ദിക്കണം ആചാര്യപാദങ്ങളെ പൊക്കണം മമമൂർത്തി എന്നായി നനയ്ക്കണം. കർപ്പൂരാതി ചെയ്ത് പൊക്കണം അഴിക്കണം. വെക്കമായി നെയ്മുദ്രയെ കൈകളിലേറ്റിയിടണം.
ദക്ഷിണാഗുരുവെങ്കിൽ ചെയ്തുരന്നെ മുദ്രയെ ദക്ഷാരി സൂനതിരുതലങ്ങെത്തിക്കണം. മുദ്രയിൽ വിളങ്ങുന്ന ഹൃതമൻ മൂർധാവെങ്കിൽ ക്ഷിപ്രമായി വിപ്രോത്തമാരഭിഷേകമേകുമ്പോൾ ഉൾപ്പൂവിൽ ആനന്ദാവൃതമെത്തുവൻ ഭക്തന്മാർക്ക് ക്ഷിപ്രമൻ കടാക്ഷങ്ങൾ കൈവരുന്നരോത്തമ. തത്വമായി നിറച്ചുള്ള മുദ്രാഭിഷേകം തന്നാൽ തത്വമസീതൻ വാക്യം സത്യമായി ഭവിച്ചിടും. ഭക്തരെ മൂർത്താവിങ്കൽ ഏറ്റുന്നു ഞാനും ദിവ്യ മുദ്രാഭിഷേകം തന്നാൽ സത്യമായി ഓതിയിടുന്നേൻ. പഞ്ചഭൂതകാർത്ഥത്തിൽ വിളങ്ങും പ്രാണനടോ തഞ്ചത്തിൽ സമർപ്പിക്കും നെയ്മുദ്രയ സംശയം. പഞ്ചഭാവങ്ങൾ ചേർന്ന കയറയ്ക്കായി ശരീരവും 5 രീതികൾ പൂണ്ട നെയ്യത്തിലാത്മാവായും നിർണയിച്ചേറ്റൻ രൂപഭാവങ്ങൾ കൈകൊള്ളുന്നു. നിർണയിച്ചിടിൽ ഭക്തർ മുദ്രകൾ മഹാമതേ. നിർണയിക്കേണം തേങ്ങാ ഗോഘൃതം നിറയ്ക്കുമ്പോൾ നിർണയമമാദാസഭക്തരായി മഹാത്മനെ. ത്വമേവ ശരണം ഗച്ഛാഭാവത്തിൽ സ്വയം ഭക്തർ ആത്മരൂപനാമെന്നിൽ ചേരുവാൻ ഈ മുദ്രകൾ സ്വാത്മാഭിമാനം മമ പാദത്തിൽ എത്തിക്കുമ്പോൾ ആത്മരൂപനാമെന്നിൽ ആത്മരൂപികൾ ചേരും. അദ്വൈത സിദ്ധാന്തത്തെയാണത്രേ മഹാമതേ നെയ്മുദ്ര അവ്യാജമായി ദ്യോതിപ്പിച്ചിടും തത്വം. ഭക്തരക്ഷണം ചെയ്യുവാൻ ഭക്തദാസനായഹം മർത്യലോകത്തിൽ വാഴും കലിതൻ കാലങ്ങളിൽ നെയ്യഭിഷേകം കണ്ട് കൈതൊഴിയിടുന്നേരം ദൈവമാമെന്നിൽ ദിവ്യഭൂതികൾ സമസ്തവും കൈവരിച്ചിടും. മർത്യർ മോദിത ചിത്താന്വിതം ദിവ്യമെന്നളതന്നിൽ ധന്യരായി മരുവീടും. കൃതാഭിഷേകത്തിരുതി പ്രസാദം കൈക്കൊണ്ടുടൻ അകമോദത്താൽ ദണ്ഡവന്ദനം നിനയ്ക്കുകയും ജ്യേഷ്ഠനാമേകദന്തനോട് ഞങ്ങൾ വാങ്ങിക്കുകയും എന്നെയും വന്ദിച്ചേറ്റം ധന്യരായി നമിക്കുകയും എന്നെയും മുന്നിൽ കണ്ട് പിന്നോട്ട് ഗമിക്കുകയും വന്ധ്യമാമ്പടിയേറ്റം ഭക്തിയായി ഇറങ്ങുകയും പിന്നെയും ഒരു തേങ്ങ വന്ദിച്ചങ്ങ് ഉടയ്ക്കണം ധന്യരായി ഗേഹങ്ങളിൽ ചെന്നങ്ങ് വസിക്കുകയും ധന്യരായി ചെയ്തിടുന്നോരെന്നുടെ ഭക്തന്മാർക്ക് ധന്യത വരുത്തിയിടുമെന്ന് ഞാൻ ചൊല്ലേണമോ. ധർമ്മകർമ്മങ്ങൾ ചെയ്ത് മുമ്മരുവും മമ ഭക്തർ ഐഹിക പാരത്രിക ഭാഗ്യങ്ങൾ നേടും നൂനം. ഭക്തി കൈക്കൊണ്ട് മമ വിശ്വാസം നിനച്ചിടും ഉത്തമർക്കെല്ലാം ഭുക്തിമുക്തികൾ സുനിശ്ചയം. എന്നുടെ ഭക്തർ വാഴും ആലയം തോറും ചെമ്മേ ചെന്ന് ഞാൻ വസിച്ചിടും സന്നിധി ചമച്ചിടും. മന്നവാമനെ പിന്നെ മറ്റൊന്നു തേടേണമോ. ഭക്തിഹീനരായി തത്വനിഷ്ഠകൾ തീണ്ടാതുള്ള മർത്യരും മമാലയെ എത്തിയിടും കലിയെങ്കിൽ കിട്ടുകയില്ല അവർക്കൊന്നും ജന്മലക്ഷങ്ങൾ കൊണ്ടും. കിട്ടുമോ വലയ്ക്കുള്ളിൽ ശുദ്ധമാന്തോ എമ്പാർക്കിൽ. വാണിഭസ്ഥലത്തിങ്കൽ നാണ്യമെന്നേ പോകിൽ വാണിഭം കൂടിയിടുവാനാപതോ ഒരുവന്. താണകൂപത്തിൽ മേവും മണ്ടൂകം മണ്ടിച്ചെന്നാൽ താരവ്യൂഹത്തിൽ കൂടാനാവതോ ഒരു നാളും. ചന്ദനതരുക്കൾ യുഗങ്ങൾ വസിച്ചാൽ സർപ്പങ്ങൾ കിളുതാമോ സൗരഭ്യമാർന്നിടുവൻ. മാനവാധീശ്വാമാ തവ വംശത്തിൽ പിറന്നിടും മാനവന്മാരിൽ ജ്ഞാനം മോദമായി വാണിടുമേ. ധാർമ്മികന്മാരായി മേവും അവരെ ഭജിച്ചാലും അകതാരഴിഞ്ഞിടും ഭക്തദാസനാമഹം. പുണ്യപൂർണമാന്തിരു മകരസംക്രാന്തി നാൾ എന്നുടെ ക്ഷേത്രം പോകി ദർശനം സാധിപ്പോർക്ക് പുണ്യങ്ങളെല്ലാം എത്തും എന്നുടെ കാരുണ്യത്താൽ. പുണ്യമന്തിനം തന്നിൽ വന്നുവൻ അവതാരം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.